ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്ന് ഡിസംബർ 3-ാം തീയതിയാണ്. സഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിവസത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ പോലെ അത്രയും തീക്ഷ്ണതയുള്ളവരായി തീരാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രേക്ഷിത തീക്ഷ്ണതയാൽ ജ്വലിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ലേഖനഭാഗത്തില് പൗലോസിലെ കൊളോസോസർക്ക് എഴുതിയ ലേഖനത്തിലുള്ള വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസിലെ പറയുകയാണ്, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭത്തില് ദൈവം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന ഒരു രഹസ്യം ഇപ്പോൾ തന്റെ വിശുദ്ധർക്ക് അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ രഹസ്യം എന്താണ്? എല്ലാത്തിൻ്റെയും സ്രഷ്ടാവായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളൊരു രഹസ്യം ദൈവം ഇപ്പോൾ തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ദിവസങ്ങൾ ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങുകയാണ്. ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം ഇത് തന്നെയാണ്: ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, അല്ലെ? ഇത് നമ്മൾ ഭാരതീയ ചിന്തയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഭാരതീയ ആ ഒരു ഇവിടുത്തെ ഒരു ട്രഡീഷനിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴായാലും ഭാരതീയ സംസ്കാരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഉള്ളില് ദൈവമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ ആ ഒരു വിചാരമുണ്ട്. സ്നേഹമുള്ളവർ, ഇന്നത്തെ ഈ ലേഖന ഭാഗത്തില് പൗലോസിലെ പറയുന്ന വചനം ഏകദേശം ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. ഈ ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഒരു ബോധ്യത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ഉള്ളിലുള്ള ഈ ദൈവബോധത്തെ ഇതുകൂടി ജ്വലിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. എൻ്റെ ഉള്ളില് ഈശോയുണ്ട്. നമ്മൾ പ്രത്യേകമായിട്ട് സുഹൃത ജപങ്ങളൊക്കെ ചൊല്ലി ഒരുങ്ങുന്ന ഒരു ദിവസങ്ങളാണ് ഇതൊക്കെ. ഉണ്ണീശോയുടെ സുഹൃത ജപങ്ങളൊക്കെ ചൊല്ലി നമ്മൾ പ്രത്യേകമായിട്ട് ഉണ്ണീശോയെ വരവേൽക്കാനായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഈ ഈശോ ബോധത്തെ കൂടി ജ്വലിപ്പിക്കാനായിട്ടൊക്കെ നമ്മൾ പരിശ്രമിക്കുന്ന ദിവസങ്ങളാണ്. ഈ ഒരു വചനം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിച്ച് അങ്ങനെ ഭംഗിയായിട്ട് ക്രിസ്മസിന് ഒരുങ്ങാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.